സങ്കീർത്തന ശൈലി മറ്റു പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. അത് 4 വരി 4 വരി 4 വരി പോയേണ്ട ഒരു ശൈലിയല്ല, ഒരു കോൾ റെസ്പോൺസ്. കാരണം ജൂയിഷ് ട്രഡീഷനിൽ നിന്ന് നമ്മൾ കടമെടുത്ത ഒന്നാണ് ഈ സങ്കീർത്തനങ്ങൾ. അവിടുന്ന് പഴയ നിയമത്തിൽ നിന്ന് വന്നതാണല്ലോ. അപ്പം ആ ശൈലിയെ പറ്റി എന്തെങ്കിലും പറയാമോ? ഒന്നാമത് ഫസ്റ്റ് ഓഫ് ആൾ ദിസ് ഈസ് ദാവീദാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതിയത്. അതായത് 2500 years ago ഉണ്ടായിരുന്ന പാട്ടുകളാണ്, ജൂതന്മാരുടെ പാട്ടുകളാണ്, പള്ളിയിൽ പാടുന്ന പാട്ടുകളാണ്. അത് നമ്മുടെ ഇപ്പോൾ പല്ലവി, ചരണം, അനുപല്ലവി എന്നൊക്കെ പറയുന്ന പോക്ക് ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നത് അപരാധമാണ്. ആ പാട്ടുകൾക്ക്, ദാവീദിൻ്റെ പാട്ടുകൾ അവർ പാടിയിരുന്നത് ടെമ്പിളിലും ജൂയിഷ് ടെമ്പിളുകളിലും പിന്നീട് ആദിമ ക്രിസ്തീയ സഭകളിലും പാടിയിരുന്ന ശൈലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ പാടുന്ന ശൈലി, അതിൻ്റെ മ്യൂസിക്കൽ അപ്രോച്ച് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ആദിമ സഭകളിലേക്ക് നോക്കിയാൽ പറ്റും. അച്ഛന് ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. സുറിയാനി ശൈലിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാറ്റിനിൽ അച്ഛൻ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? സുറിയാനിയിലെയും ലാറ്റിനിലെയും വളരെ സാമ്യമുള്ള ശൈലിയാണ്. ഫോർ എക്സാമ്പിൾ, ലൗദാതെ ഡോമിനും ഓംനെസ് ജെന്റെസ്, ലൗദാതെ ഓംനെസ് പോപ്പുലി എന്നൊരു ഗ്രൂപ്പ് പാടുമ്പോൾ കോനിയം കോൺഫിർമാത്തായസ് മിസെറിക്കോർഡിയ ആൻഡ് സോ ഓൺ സോ ഫോർത്ത്, അങ്ങനെ പള്ളിയിലുള്ള ജനങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഇങ്ങനെ പാടുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സങ്കീർത്തന ശൈലി എന്ന് പറയുന്നത്. സുറിയാനി ഗീതശേഖരത്തിൽ ആൻറ്റിഫോണൽ സിംഗിങ് എന്ന് പറഞ്ഞ ശൈലിയുണ്ട്. ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഒന്ന് പാടി ഒരു സ്റ്റാൻസ് പാടി, മറ്റൊരു ഒരു കോൾ റെസ്പോൺസ് ശൈലി പോലെ. ഇനി അത് തന്നെ കാൻറ്റർ, കൊയർ ലീഡർ ഒന്ന് പറഞ്ഞു, എല്ലാവരും ഒന്ന് സ്തുതിക്കുമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ സ്തുതിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സംഭാഷണം, ഒരു ഡയലോഗ് ബിറ്റ്വീൻ ദ കാൻറ്റർ ആൻഡ് ദ കോൺഗ്രിഗേഷൻ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് സങ്കീർത്തനം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഇപ്പോഴത്തെ സങ്കീർത്തനം, ഇപ്പോൾ ഉപയോഗിക്കുന്ന സങ്കീർത്തന ശൈലികളൊക്കെ മറ്റു പാട്ടുകളെ പോലെ സാധാരണ 4 വരി 4 വരി 4 വരി, അതായത് പല്ലവി, ചരണം, അനുപല്ലവി, ഇന്റർലൂഡ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജെറി അമൽദേവ് ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം നടത്തി. 1982 മാന്നാനത്ത് വെച്ച് ജൂബിലിക്ക് CMI അച്ഛന്മാരുടെ പട്ടം നടത്തിയപ്പോൾ ഒരു 23-ാം സംഘം കർത്താവിൻ്റെ നല്ലൊരിടയൻ കുറവേതുമേ എനിക്കില്ലതിനാൽ എന്ന് പറഞ്ഞ് ഞാൻ അത് പാടാം. അപ്പോൾ ലീഡർ പറയാണ്, കർത്താവെൻ്റെ നല്ലൊരിടയൻ കുറവേതുമേ എനിക്കില്ലതിനാൽ, കർത്താവിൻ്റെ നല്ലൊരിടയൻ കുറവേതുമേ എനിക്കില്ലതിനാൽ. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവിൻ്റെ നല്ലൊരിടയൻ കുറവേതുമേ എനിക്കില്ലതിനാൽ. ഇതില് അന്ന് വാട്ട് യു എക്സ്പെരിമെന്റഡ് വാസ് ഒരു താളത്തിലുള്ള ഒരു സെക്ഷൻ എല്ലാവർക്കും പാടാവുന്നത്. അത് കഴിഞ്ഞ് ലീഡറാണ് അതിൻ്റെ സ്റ്റാൻസുകൾ പാടുന്നത്, ഒരു വിരുദ്ധമായിട്ട് പാടുന്നത്. അവിടെ താളമില്ല. അപ്പം നല്ലൊരു കോൾ റെസ്പോൺസ്, വിളിച്ചു പറയുന്നു, മറ്റൊരു പാടുന്നു, എല്ലാവരും കൂടി റിഫ്രെയിൻ ആവർത്തിക്കുന്നു. ഇത് ടിപ്പിക്കൽ സങ്കീർത്തന ശൈലിയാണ്. ആ ശൈലി അന്ന് മാന്നാനത്ത് പട്ടത്തിന് യു എക്സ്പെരിമെന്റഡ്. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു സാധ്യത ഇനിയും അത് സാധ്യമാണെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടില്ല. അപ്പം ഈ സംഭാഷണം ഒരു പക്ഷേ അതിനൊരു പ്രേരണ നൽകും. എനിക്ക് തോന്നിയത് അത് ലിറിക്സ് എഴുതുന്നവർ ഇത് ശ്രദ്ധിക്കാനുണ്ട്. അവരാണ് കമ്പോസറിൻ്റെ അടുത്തേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ വരികൾ എഴുതുമ്പോൾ തന്നെ ആ സങ്കീർത്തനത്തെ ഇങ്ങനെയൊരു സംഭാഷണ ശൈലിയിൽ എഴുതി കഴിഞ്ഞാൽ കമ്പോസ് ചെയ്യുന്ന ആളിന് അതനുസരിച്ച് ജനങ്ങളുമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സാധ്യത, പഴയ സാധ്യത പുതിയ തലമുറയ്ക്ക്
കൈമാറാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ. മാത്രമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പം അവർ പാടിയിരുന്ന വിധങ്ങൾ ഇത് തന്നെയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഒരു കാൻറ്റർ, അതായത് പള്ളിയിൽ ഒരു ലീഡ് സിംഗർ ഉണ്ടായിരുന്നു അവർക്ക്. ആ കാൻറ്റർ പാടിയാൽ ഇവർ അതിന് ആൻസർ കൊടുക്കും. ഒന്നുമില്ല, കാൻറ്റർ തന്നെ പാടുന്ന അവർ ഏറ്റു പാടിയിട്ട് പിന്നെ കാൻറ്റർ ആ വിരുദ്ധത്തിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് ചുമ്മാ പ്രേം നസീറിൻ്റെയും മറ്റേ ഷീലയുടെയും പുറകെയാണ് ഇപ്പം നമ്മൾ ഓടി നടക്കുന്ന പള്ളിയിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കിത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കും. ഒരു പുതിയ ചിന്താരീതി നമ്മളുടെ ഇടയിലേക്ക്, ഗായകരുടെ ഇടയിലേക്കും കവിത എഴുതുന്നവരുടെ ഇടയിലേക്കും തിരിച്ചു വരേണ്ടിയിരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഒരുപോലെയല്ല. കുർബാനയിൽ തന്നെ എല്ലാ സിറ്റുവേഷൻസും ഒന്നുപോലെയല്ല എന്ന ആശയം. അതെ.